എന്താ ബിൽഡിംഗ് ഇല്ല, പേടിപ്പിക്കല്ലേ. നോ 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 ഓക്കെ നോട്ട് നൗ. എന്നെ ഒരു കാർണിവലിൽ കൊണ്ടുവന്ന് പ്രോമിസ് ചെയ്തു. ഞാനിങ്ങനെ കൊച്ചു എക്സൈറ്റഡ് സ്കൂട്ടറിൽ ഇരുന്നു. ഞാൻ കയറുന്നതിന് മുമ്പ് അച്ചി ബൈക്ക് എടുത്തിട്ട് പോയി. ശ്വേത അവിടെ ഉണ്ടോ? എന്താ മോഹൻ പറയുന്നത്? ഞാൻ മോഹന്റെ കൂടെ അയച്ചേ. ഇവിടെ ഉണ്ട്. എന്താ മോഹൻ? അമേരിക്കയിൽ പോയപ്പോ ഇവള് വിളിക്കാൻ വന്ന നല്ലൊരു യങ്സ്റ്റർ, അത് കല്യാണം കഴിഞ്ഞിട്ടില്ല ശ്വേത. ശ്വേത നല്ല ഹെപ്പൊക്കെ ആയിട്ട് ഇരിക്കാണ്. കുറച്ച് കഴിയുമ്പോ ശ്വേത എന്നൊക്കെ തുടങ്ങി. ഞാൻ നോക്ക് പള്ളിങ്ങനെ നോക്കണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ അശ്വിന്റെ വീട്ടില്. അപ്പൊ കാലത്തെ ന്യൂസ് പേപ്പർ ഇങ്ങനെ വെച്ചോണ്ട് ഞാൻ ഒക്കെ ചെയ്തോണ്ടിരിക്കാം. അപ്പൊ അവിടുത്തെ ജോലി നോക്കുന്ന ആ സ്ത്രീ പോയി എന്റെ മദർ ഇൻ ലോ അടുത്ത് പറഞ്ഞു, ஐயோ பாப்பா கல்யாணம் பண்ணிட்டு வந்திருக்கிற பொண்ணுக்கு என்னமோ பிரச்சனை இருக்கு. ജാനകിയമ്മ കൊച്ചോട്ടെന്നെ കാണാ. അപ്പൊ ജാനകിയമ്മയുടെ മോനും ഞങ്ങള് എന്നെക്കാട്ട് 2 ഇയേഴ്സ് ആണ്. അപ്പൊ അന്ന് മരുമകളായി വാ കളിയാക്കി പറയും. ഈയിടയ്ക്ക് മുരളി മരിക്കുന്നതിന് മുമ്പേ മുരളി കണ്ടപ്പോ യു നോ നോ വി വർ സപ്പോസ് മോഹൻ പറയാം യു എസ്കേപ്ഡ്. മണിക്കുയിലേ മണിക്കുയിലേ മാരിക്കാവിൽ പോരുലേ മൗനരാഗം മൂളൂലേ. ആ സമയത്ത് പക്ഷെ അറിയില്ലായിരുന്നല്ലോ പ്രേമം ഉണ്ടെന്ന്. അപ്പൊ അത് കഴിഞ്ഞ് അതിനെന്തിനാ ചേഞ്ച്? പ്രേമുണ്ട്, നമ്മൾ അറിയാതെ ചെയ്യല്ലേ, അപ്പൊ നമുക്കൊരു മോശമാണത്. പ്രേമം പിന്നെ അറിയാണ്ടല്ലേ ചെയ്യണത്. ഇന്ന പ്രേമം എന്ന് പറയുന്നത്. എനിക്കെങ്ങനെ ദേഷ്യം വരണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കില്ല. ശരിക്കും വഴക്കൊടിക്കും ആരാണെങ്കിലും. ആരെയാണോ ഉദ്ദേശിച്ചത്? ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഓണപ്പൂരം 2026. ഇന്ന് ഓണപ്പൂരത്തിലെ കെന്ന ഷോയില് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച 2 വ്യക്തികളാണ് വന്നിരിക്കുന്നത്. കാരണം ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എല്ലാവർക്കും വരുന്ന എന്താ? ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെ ഒരു ഉത്സവമാണ് ഓണം. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയ 2 മുഖങ്ങളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. മലയാളികൾക്ക് ഏറെ അഭിമാനമായ 2 വ്യക്തികളാണ് ഇന്ന് കെന്ന ഷോയിൽ തിരുവോണ ദിനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. മലയാളികളുടെ ഏറെ പ്രിയ ഗായകർ സുജാത മോഹൻ ആൻഡ് ശ്വേത മോഹൻ. നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം മോളെ. ഹാപ്പി ഓണം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള 2 പേരാട്ടോ. കാരണം നിങ്ങളുടെ 2 പേരുടെ ഫേസ് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. എപ്പോഴും ചിരിച്ച ഫേസ്. എപ്പോഴും എന്താ പറയാ, ഞാൻ സുജാത ചേച്ചീനെ മഴവിലിന്റെ അവാർഡ് ഷോയിലൊക്കെ ഞാൻ ചെറിയ ഇന്റർവ്യൂസ് എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോഴും ഒരു കണക്ഷൻ ഇല്ലെങ്കിലും വാ മോളെ വന്ന് നിക്ക് മോളെ മോളെ എന്നല്ലാണ്ട് നമ്മളെ ആരെയും വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ എനിക്ക് എന്നെ അറിയത്തില്ലല്ലോ, എന്നാലും എന്താന്ന് ആ ഒരു സ്നേഹം എപ്പോഴും ചേച്ചിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ശ്വേത ചേച്ചി അങ്ങനെ തന്നെയാണ്. ഭയങ്കര സ്വീറ്റ് ആയിട്ട് അല്ലേ, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ചേച്ചിയാണ്. നല്ല കൊച്ചാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ആദ്യം തന്നെ പറട്ടെ, നല്ല ഭംഗി, നല്ല രസമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗി. കെന്നേനെ കാണാൻ നല്ല ഭംഗി, ശരിക്കും മാച്ച് ആയിട്ട്. കെന്നയുടെ ഷോസ്
കൊറേ കഴിഞ്ഞ വർഷത്തെ ഷോ ഞങ്ങൾക്ക് ഭയങ്കര ബിന്നി ചേച്ചി അതെ അതെ ആ, അത് ഒരുപാട് enjoy ഭയങ്കര ചെയ്തു. വൈറലാക്കിയ 10 മില്യൺ വരെ പോയ ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ആൾക്കാർ ചോദിക്കുന്നത് ബിന്നി ചേച്ചിയുടെ ശിവാംഗിയുടെ ഇന്റർവ്യൂ ആണ്. അത് ആരും കാണാത്തതില്ല. എനിക്ക് തോന്നുന്നു എന്നോട് ആദ്യം എല്ലാരും പറയുന്നത് ആ ഒരു ഇന്റർവ്യൂ ആണ്. അതിനുശേഷം ഇത് പറയട്ടെ. അവര് പക്ഷെ എന്താ പറയണേ ഭയങ്കര തമാശയാണ്. അത് ശിവാംഗിയല്ല എന്റെ അമ്മേ. അതെന്താ ബിന്നി ചേച്ചി എന്താ അതെ ബിന്നി ചേച്ചി ഇപ്പൊ ഞാൻ ബിന്നിയുടെ കൂടെ ഒരു ഇതിലിരിക്കുന്നുണ്ട്, ഷോയിലിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ബിന്നി ഇവള് ക്ലാസ്സിൽ പോകുമ്പോ ഇവള് പറയാറുണ്ട് അമ്മ, ഞാൻ പറയും എവിടുന്നാണ് കൃഷ്ണൻ കുറച്ച് സീരിയസ് ആണ്, അധികം ഒന്നും പറയാറില്ല. അച്ഛൻ ആര് കൃഷ്ണൻ ചേട്ടനോ? എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും കൃഷ്ണന്റെ ഓപ്പോസിറ്റ് ഓഫ് എനിക്കറിയില്ല. കുറച്ചൊക്കെ തമാശ പറയുന്നല്ലാതെ ഇങ്ങനെ കൈവിട്ടു പോ തമാശകൾ പറയുന്നത് അതെന്താ എനിക്കറിയില്ല. പ്രത്യേകത? അത്രയും ഹിറ്റ് ആകാൻ കാരണം ഞങ്ങൾ മൂന്നുപേരും ഒരേ സ്വഭാവക്കാർ. അല്ല അത് വന്നവരും കണക്ക് ഇരുന്നവരും കണക്കെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ 3 പേര് ഒരേ സ്വഭാവം. പിന്നെ ഒരേ നാട്ടുകാരുമാണ് ഞങ്ങള് തൊടുപുഴ. മൊത്തത്തിൽ അങ്ങ് സിങ്ക് ആയി വന്നു. യൂഷ്വലി ഓണ നാളുകളിൽ ചെന്നൈ തന്നെയാണോ അതോ കേരളത്തിലേക്ക് വരാറുണ്ടോ നിങ്ങള്? ഇപ്പൊ എങ്ങനെയാണ് പറയും, പണ്ടൊക്കെ ചെന്നൈയിൽ ഉണ്ടാവുകയില്ല. Okay. കാരണം മുഴുവൻ ഒന്നാമത് ഗവൺമെന്റ് ഷോസ് ഉണ്ടാവും, അല്ലെങ്കിൽ എബ്രോഡ് ഉണ്ടാവും. അപ്പൊ സ്ഥിരം ട്രാവലാണ് ഓണം. പക്ഷെ ഇപ്പോ ഞാൻ അധികം ഷോസ് ചെയ്യാത്തത് കൊണ്ട് ചെന്നൈയിൽ തന്നെ. പിന്നെ ശ്വേതയും കുഞ്ഞുണ്ടല്ലോ, കുട്ടിയുള്ളത് കൊണ്ട് മാക്സിമം ഞങ്ങള് ഓണം ഗംഭീരമാക്കാൻ നോക്കും. കാരണം നമ്മുടെ കൾച്ചറൊക്കെ അറിയണ്ടേ. പൂക്കളമൊക്കെ ഇട്ട് ഇടയ്ക്കൊന്ന് പൂക്കളമൊക്കെ നമ്മൾ ഒരു പൂ 2 പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ ശരിക്കും നല്ല കൊറേ പൂവൊക്കെ കൊണ്ടുവന്ന് അവളും ഹെൽപ്പ് ചെയ്ത്. ശ്വേതയും ചിലപ്പോ ശ്വേതയുടെ സിസ്റ്ററിലോ ട്രിവാൻഡ്രത്തുണ്ട്, അവരുടെ പിള്ളേരുണ്ട്. അപ്പൊ ശ്രേഷ്ഠയുടെ കസിൻസ് ആണ്, ഭയങ്കര ക്ലോസ് ആയില്ല, ദിയ എന്ന് പറഞ്ഞ മോളായിട്ട്. അപ്പൊ അവരൊക്കെ കൂടെ ചേർന്നിരുന്ന് പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച്. യൂഷ്വലി ഞാൻ കേൾക്കാറുണ്ട് ഇപ്പൊ കേരളക്കാരെക്കാൾ കൂടുതൽ ഇപ്പൊ ചെന്നൈ സെറ്റിൽഡ് ആയിട്ട് എബ്രോഡ് ഉള്ളവരാണ്. എബ്രോഡ് ഉള്ളവർ ഒക്കെ 10 ദിവസം അവര് ഫുൾ ഓണം അടിച്ചു പോയി. അടുത്ത മാസത്തേക്കും പോകും. അതെ അതെ അതെ. ഇത്തവണ ദുബായിലാണ് ഞങ്ങളുടെ കോൺസേർട്ട്. അത് അവരുടെ എന്തൊരു വലിയ ഫെസ്റ്റിവലാ. ലൈക്ക് അതിനുള്ള പ്രിപ്പറേഷൻ തന്നെ അവര് 1 മാസം മുമ്പ് തന്നെ തുടങ്ങി. അവരുടെ ഡാൻസും അവരുടെ അത് പ്രോമോസ് തന്നെ ഫുൾ ഇതൊക്കെ കാണിച്ചിട്ടാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സുജാത ചേച്ചിനെ എപ്പോഴും നമ്മൾ ചിരിച്ചോണ്ട് മാത്രമാണ് കണ്ടേക്കുന്നത്. നമുക്കൊക്കെ ഭയങ്കര വാത്സല്യം തോന്നുന്ന ഒരാളാണ് സുജാത ചേച്ചി. ഇതിന് വേറൊരു മുഖമുണ്ടോ? ദേഷ്യപ്പെടുന്ന ഒരു സുജാത ചേച്ചി ഉണ്ടോ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല്. ഒരുപാടുണ്ട്. അങ്ങനെ വേറൊരു മുഖമുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്നതിലായിരിക്കും. പക്ഷെ അത് അങ്ങനെ ഒരുപാട് സമയത്തിന് നിലനിൽക്കില്ല. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട്, പക്ഷെ ദേഷ്യം എപ്പോഴും വരും. നല്ല ദേഷ്യം വരും. അത് എനിക്ക് എങ്ങനെ ദേഷ്യം വരണം വെച്ചാൽ ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞു എനിക്ക് സഹിക്കില്ല. അത് മാത്രമേ വരും അല്ലേ? അതെനിക്ക് സഹിക്കില്ല. അതെ, അത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണ്. തർക്കിച്ചെങ്കിലും അത് ഞാൻ ചെയ്തിട്ടില്ല. അതെ, എനിക്ക് വേറെ ഞാൻ ചെയ്തതാണെങ്കിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ റെഡിയാണത്. ഞാൻ അതില്ല മറ്റേത് ഞാൻ ശരിക്കും വഴക്ക് കൊടുക്കും ആരാണെങ്കിലും. ആരെയാണോ ഉദ്ദേശിച്ചത്? ഇപ്പുറത്തിരിക്കുന്ന ആളെയാണോ വരാത്ത ആളെയാണോ ആരെയാണോ ഉദ്ദേശിച്ചത്? മോഹന്റെ അടുത്താണെങ്കിൽ വഴക്ക് പിടിക്കാൻ, ഇവളുടെ അടുത്ത് അത്ര വഴക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം പാട്ടിനൊക്കെ പോവുമായിരിക്കും. അപ്പൊ വഴക്ക് കുറച്ചേരം വഴക്ക് പിടിച്ച് നിർത്തും. ഇപ്പൊ സുജാത ചേച്ചി സാരി എടുത്തോണ്ട് ചോദിക്കുക. ഞാൻ ഏതൊരു ഇന്റർവ്യൂല് പറഞ്ഞ കേട്ടിട്ടുണ്ട്, മോഹൻ ചേട്ടൻ സാരി ഉടുക്കണ ദിവസം ഭയങ്കര ബഹളായിരിക്കും, ഒച്ചപ്പാടായിരിക്കും. ഇപ്പൊ ഇത്രയും ഒരുങ്ങി വന്നോണ്ട് ചോദിക്കുക, വീട്ടില് ബഹളോ ഒച്ചപ്പാടോ ഉണ്ടാക്കിയിട്ടാണോ വന്നിരിക്കുന്നത്? ഇല്ല, കാരണം ഈ സാരി ഉടുക്കാൻ കുറച്ച് സോഫ്റ്റ് ആണ്, വലിയൊരു പ്രശ്നം തോന്നിയില്ല. പക്ഷെ എന്താ പറയുമ്പോ എന്നെ രക്ഷിക്കുന്ന എവിടെയാന്ന് പറയട്ടെ, ഈ ലൂസ് ആയിട്ട് ഇട്ടിട്ട് അങ്ങോട്ട് മടക്കും. അപ്പൊ പിന്നെ ഒന്നും കാണില്ല, എന്താ നമുക്ക്. അതുകൊണ്ട് മോഹൻചേട്ടന് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാം. ഓക്കെ, ഞാൻ സാരി എടുത്തപ്പോ ആദ്യം മനസ്സിൽ വന്നത് ആ ഒരു വേർഡാണ്, ആ ഒരു ഇതാണ്. മോഹൻ ഇഷ്ടമല്ല സാരി. മോഹൻ ഇഷ്ടം
ചുരിദാർ ഇടണൊക്കെയാണ്. എപ്പോഴും പറയും ചുരിദാർ എവിടെയെങ്കിലും പോകുമ്പോ ധൃതി പിടിച്ച് പോകണമെങ്കിൽ ചുരിദാർ ഇട്ടാ മതി എന്ന് പറയും. ഭയങ്കര ഡിഫിക്കൽട്ടാ. ഇപ്പം സുജാത ചേച്ചി, ശ്വേത ചേച്ചി ഇപ്പൊ രണ്ടുപേരും മ്യൂസിക്കിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് രണ്ടുപേരുടെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇപ്പൊ ചേച്ചി തന്നെ ഒരുപാട് ഷോസിൽ ആങ്കർ ആയിട്ട് അല്ല ജഡ്ജായിട്ട് പോകുന്നു. ഇപ്പൊ ചേച്ചി ആയാലും തമിഴില് ഒരുപാട് അല്ലെ ഷോസിൽ ജഡ്ജായിട്ട് ഇരിക്കുന്നു. ഇപ്പൊ ഡേ ബൈ ഡേ പ്ലേബാക്ക് സിംഗർ എന്ന ഒരു ലേബല് ഭയങ്കര പോപ്പുലർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെയാ നോക്കി കാണുന്നത് ചേച്ചി? ഐ തിങ്ക് ഈ ഒരു കാലഘട്ടം ഫോർ സിംഗേഴ്സ് ആൻഡ് മ്യൂസിഷ്യൻസ് ബെസ്റ്റ് കാലഘട്ടമാണെന്ന്. കാരണം ഐ തിങ്ക് ഒരു 40 years 50 years മുമ്പേ വൈ കയ്യിൽ എണ്ണാൻ തക്കുന്ന മ്യൂസിഷ്യൻസും സിംഗേഴ്സും ഉണ്ടായിരുന്നുണ്ട്. വൈ? ബിക്കോസ് ബാക്കി എല്ലാവരുടെയും ടാലന്റ് അവർക്ക് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. ഓൾസോ ബിക്കോസ് അവർക്ക് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അയ്യോ ഞാനൊക്കെ ഒരു സിംഗർ ആണോ, എനിക്ക് അവിടെ പോയി ഇത് പാടാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. അതിനൊരു വാലിഡേഷൻ കിട്ടിയാലേ വെളിയിലേക്ക് പോയി ഒരു സ്റ്റുഡിയോയിലേക്ക് പോയി നമുക്ക് പറ്റും എന്നുള്ളൊരു തെളിയിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ വീട്ടിൽ തന്നെ നമ്മൾ ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിരുന്ന നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ ഉള്ളിൽ എത്ര ടാലന്റ് ഉണ്ടെന്ന്. അപ്പോ ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാ ഉള്ള ടാലന്റ് വെച്ച് നമ്മള് ഒരു അത്രയും പാഷനറ്റ് ആയിട്ട് ഒരു പാട്ട് പാടിയിടുകയാണെങ്കിൽ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ലവ് വിചാരിക്കുന്നതേക്കാൾ അതെ. സോ അത് മതി ഒരു വാലിഡേഷൻ. നമ്മൾ എന്തിനാണ് പാടുന്നത്? 4 ആൾക്കാർ കേൾക്കണം, അത്ര മോർ ദാൻ മണി, അത്രയും ഫെയിം. അതിനെക്കാട്ടൊക്കെ നമ്മൾ പാടുന്നത് 4 ആള് കേൾക്കണം, നമുക്ക് ഒരു മനസ്സിന് സന്തോഷം. അത് നമ്മുടെ മനസ്സ് ഒരു പീസിന് വേണ്ടിയാണ് പാടുന്നത്. സോ നൗ ഇസ് ദ ബെസ്റ്റ് ടൈം ഫോർ ദാറ്റ്. യെസ്, അത് 100% ശരിയാണ്. കാരണം അപ്പോ നമ്മള് പഴയത് പാടിയിരുന്ന സമയത്ത് ഇതുപോലെ ഞങ്ങളുടെ മുഖമൊന്നും ആർക്കും അറിയില്ലായിരുന്നു. ഈ TV ചാനൽസ് വന്നിട്ടാണ് നമ്മുടെ മുഖം അറിയുന്നത് ആൾക്കാർ. ഇപ്പോഴാണ് അറിയണത് എങ്ങനെയാണ്? ജഡ്ജ്. നിങ്ങ ജഡ്ജ് തന്നെ, പാട്ടുകാരിയല്ല, നമ്മളെ ജഡ്ജായിട്ടാണ് അറിയണത്. അത് കാരണം ആ ചാനൽസ് നമ്മള് കാണുന്ന ഇപ്പൊ ഓഫ്കോഴ്സ് TV, യൂട്യൂബ് ചാനൽസ് എല്ലാത്തിലും നമ്മളുടെ മുഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഈസി ആക്സസ് ആണ് ആൾക്കാരുടെ മനസ്സിലേക്ക്. ഇപ്പൊ ഫുള്ള് കണ്ടില്ലേലും റീൽ ഷോട്ട് എങ്കിലും മതി എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഇപ്പൊ ഒരുപാട് കവേഴ്സ് സോങ്സ് പാടുന്നവരുണ്ട് അല്ലെ. ഇപ്പൊ അവരാരും മ്യൂസിക് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ഒരുപാട് കവേഴ്സ് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ തന്നെ ഒരുപാട് സോങ്സിന്റെ കവേഴ്സ് ഇറങ്ങുന്നുണ്ട്, വേറെ വേർഷൻ ഓഫ് ഇതിൽ പാടുന്നുണ്ട്. അതൊക്കെ ചേച്ചി കേൾക്കാറുണ്ടോ കവേഴ്സ്? ഞാൻ കൊറേയൊക്കെ കേൾക്കാറുണ്ട്. എന്റെ കുറെ ഫാൻസ് ഉണ്ട്, അവരൊക്കെ ഇടും അവരുടെ ഇതിൽ. അപ്പൊ അങ്ങനെ കേൾക്കും. അവ കേൾക്കുമ്പോ ചിലരൊക്കെ അസലായിട്ട് പാടുന്നവരുണ്ട്. ചിലര് ചുമ്മാ ഇതുപോലെ സ്ലോ ആക്കി ഇപ്പൊ വരമഞ്ഞളാടി ഇങ്ങനെ പതുക്കെ. ഞാൻ പറഞ്ഞു എന്തിനാ ഇത്രയും പതുക്കെ ആക്കണത്? വരമഞ്ഞൾ എന്നോ തുടങ്ങി, അത് ഇത്രയും കുറച്ച് വേഗം നടന്നെത്തായിരുന്നു. അപ്പൊ അങ്ങനെ പാടുന്നവരുണ്ട്. പക്ഷേ എന്താ അതിന്റെ രസം എന്ന് വെച്ചാൽ നമ്മുടെ പാട്ടുകൾ ആൾക്കാർ മറക്കില്ല. അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇപ്പൊ കുറെ പാട്ടുകളൊക്കെ ഈസി ആയിട്ട് മറന്നു പോകും. അപ്പൊ ഇത് വന്നിട്ട് എത്ര ഇപ്പൊ വരമഞ്ഞൾ എക്സാമ്പിൾ എടുത്തിട്ട് വന്ന് 30 വർഷം മറ്റായി, ആൾക്കാർക്ക് ഓർമ്മ വെക്കണമെന്നില്ല. പക്ഷെ ഇവര് ഇങ്ങനെ തിരിച്ച് പാടിയിടണോണ്ട് അത് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിന്റെ ഒരു സങ്കടകരമായ അവസ്ഥ എന്താ വെച്ചാൽ നമ്മളാ പാടിയെന്ന് ചിലപ്പോ മറന്നു ആൾക്കാർ. അടുത്ത ജനറേഷൻ വരുമ്പോഴേക്കും അത് പറഞ്ഞു കൊടുത്താ കുട്ടികൾക്കൊന്നും ചിലപ്പോ ദേ ആർ നോട്ട് ബോതേർഡ് ഇത് ആരാ പാടുന്നതെന്ന്. ആ കാണുന്ന അവരാണ് അത് പാട്ട്. അപ്പോ അത് ഒറിജിനൽ പാടുന്നവരും കൂടെ ഓർത്തിരുന്നാൽ നല്ലത്. ചേച്ചിനൊക്കെ ഓർത്തിരിക്കാതല്ലേ? അതൊരു സത്യമാണ്. ഈ ജനറേഷൻ അടുത്ത കുട്ടികൾ വരെ ഓർക്കും. അത് കഴിഞ്ഞ് അതൊരു നേച്ചറിന്റെ ഒരു സത്യമാണ്. അത് ഇപ്പോ അടുത്ത
അതങ്ങനെയാണ്. ഓക്കെ. ഇപ്പം സുജാത ചേച്ചി ആയാലും ഇപ്പൊ ശ്വേത ചേച്ചി ആയാലും ഒരുപാട് നടിമാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് സോങ് പാടിയിട്ടുണ്ട്. എന്ന് വെച്ചാ ഇപ്പം മീര ജാസ്മിൻ ആയിക്കോട്ടെ. അതെ. പിന്നെ കാവ്യ മാധവൻ. കാവ്യമാധവന്റെ അതെ, വെണ്ണില ചന്ദന അതാണോ കാവ്യ? അല്ല, അത് കാവ്യായിരുന്നു. മഞ്ഞു പേണ മരം കുളിരണ, അത് കാവ്യയുടെ ഫസ്റ്റ്. അത് കാവ്യ. മീര ജാസ്മിൻ. പിന്നെ ഏതാ? മീനയുടെ ഒന്നും. മഞ്ജു. മഞ്ജു വാര്യർ. മഞ്ജു ചേച്ചിയോ? മഞ്ജുയുടെ ഇൻട്രൊഡക്ഷൻ സോങ് അല്ല, ഇല്ല. മഞ്ജുയുടെ പഞ്ചവർണ്ണ പൈങ്കിളിയാന്ന് തോന്നുന്നു മഞ്ജുവിന്റെ, അല്ലേ? അത് ചിത്രയാ. ആണോ? പിന്നെ എനിക്കൊന്ന് ഇവര് പിന്നെ മെയിൻ സോങ്സ് ഇപ്പൊ മീനയുടെ തില്ലാന തില്ലാന, അങ്ങനെ മെയിൻ സോങ്സ് എല്ലാവരുടെയും പാടാൻ പറ്റും. രേവതിയുടെ നേരിട്ടില്ലാതെ മാത്രം, അങ്ങനെ എല്ലാവരുടെയും. ഇപ്പൊ കാവ്യ മാധവൻ ആൻഡ് മീര ജാസ്മിന് വേണ്ടിയല്ലോ ഒരു ഇൻട്രോ സോങ്. ഇൻട്രോ സോങ് ആദ്യമായിട്ട്. അത് പിന്നീട് മലയാളികളെ അല്ലേ നെഞ്ചോടെ ഏറ്റെടുത്ത രണ്ട് വ്യക്തികളാണ്. അത് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ കാവ്യ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, എന്നെ മലയാളത്തിൽ ആദ്യമായിട്ട് എന്നെ ആ പാട്ട് പാടിയത് അത് ഇപ്പോഴും സ്പെഷ്യലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഓരോ ഫംഗ്ഷൻസിനും വീടുകളിൽ വെക്കുന്നത്, അല്ലെങ്കിൽ ബ്രൈഡ് ഡാൻസിന് വെക്കുന്നത് മഞ്ഞു പേണ ആ പാട്ട് വെക്കും. ശ്വേത ചേച്ചി അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത തമിഴിലോ തെലുങ്കിലോ അങ്ങനെ പാടിയിട്ടുണ്ടോ? ഉണ്ട്. മലയാളത്തില് എനിക്ക് പെട്ടെന്ന് ഓർമ്മയ്ക്ക് വരണത് നമ്മുടെ ഭാമയുടെ സോങ്. കാരണം ഞങ്ങൾ ഇപ്പൊ ഒരു റീൽ ഇട്ടിരുന്നു. അപ്പൊ ഭാമയുടെ ഫസ്റ്റ് മൂവി നിവേദ്യം, അവിടെ കോലക്കുഴൽ. അത് പിന്നെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സംയുക്ത മേനോൻ. ഫോർ എക്സാമ്പിൾ സംയുക്ത മേനോൻ, മാസ്റ്റാരു നമ്മുടെ വാവാത്തി, ദാറ്റ് ഈസ് ഹെർ ഇൻട്രൊഡക്ഷൻ. തെലുഗു അല്ലേ? തെലുഗു ആൻഡ് തമിഴ്. ഫസ്റ്റ് മൂവി എന്ന് തോന്നുന്നു കേട്ടോ. ഇൻ തെലുഗു ഐ തിങ്ക് ഫോർ ഷുവർ. ആ ഒരു ഭാഗ്യല്ലേ എപ്പോഴും നടിമാരുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആവുന്ന അവരുടെ ഭാവി ഒരു സെറ്റിൽ ആവുന്നത് ആ ഒരു ഫസ്റ്റ് പടം തന്നെ ആയിരിക്കില്ല. അതിൽ തന്നെ പടമ്പോ അത് ലൈക്ക് ഇപ്പൊ സംയുക്ത എന്നൊക്കെ പറയുന്നത് യങ് ജനറേഷനിൽ പെടുന്നതാണ്. അപ്പൊ തെലുങ്കിലേക്ക് പോയി അപ്പം ലൈക്ക് അങ്ങനത്തെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ടാണോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സോങ് പാടുന്നത്? കാരണം ചേച്ചി ഇത് തുടങ്ങുമ്പോ തന്നെ ഗോഡ് ബ്ലെസ് യു അല്ലെങ്കിൽ ദൈവം എല്ലാവിധ അനുഗ്രഹിക്കട്ടെ, അപ്പം ഇത് ഫസ്റ്റ് ഇൻട്രോ ആണെന്ന് കേൾക്കുമ്പോ ആദ്യം മനസ്സിൽ എന്താ വരുന്നത്? ആദ്യം ഇൻട്രോ സോങ് എന്ന് പറയുമ്പോ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ. കാരണം എല്ലാ പാട്ടും നമ്മൾ തുടങ്ങുമ്പോ നിനക്ക് അർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും തുടങ്ങണം. കാരണം നമ്മുടെ കയ്യിലല്ല ഒന്നും. ഇത് ഞാൻ തന്നേക്കണോന്ന് പറഞ്ഞിട്ടാണ് എന്ത് ഷോ ആണെങ്കിലും എന്താണെങ്കിലും എന്റെ സൈഡ് ഞാൻ 100% ചെയ്തു ഇത്. പക്ഷെ ഇത് അവരുടെ മറ്റൊരാളുടെ ജീവിതമാണ്. അവരെ നല്ലോണം പൊക്കിക്കൊണ്ടുവരണേ, നല്ലവണേ ഒരു ഫീൽഡിൽ നിന്ന് ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കും. ചേച്ചി ഇത് തന്നെ കണ്ടാണോ പിന്തുടരുന്നത്? എനിക്ക് ഇതുവരെയ്ക്കും ആരും ഇങ്ങനെ ഹീറോയിന്റെ ഇൻട്രൊഡക്ഷൻ സോങ് ആണ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡിംഗ് അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ നമ്മുടെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ അറിഞ്ഞത് ഇത് ഇൻട്രൊഡക്ഷൻ സോങ് ആണല്ലേ. അതെ, കാരണം ഇപ്പൊ ആരും ഉണ്ടാവില്ല, ഒരു മ്യൂസിക് ഡയറക്ടർ മാത്രം ഉണ്ടാവും സ്റ്റുഡിയോയില്. പറഞ്ഞുതരാൻ മ്യൂസിക് ഡയറക്ടർ ഇപ്പൊ ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെയൊക്കെ മാറി മ്യൂസിക് വേൾഡ്. റെക്കോർഡിസ്റ്റ്, അദ്ദേഹത്തിന്റെ കൂടെ മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു റെക്കോർഡിസ്റ്റ് ഉണ്ടാവും. റെഫറൻസ് ഒക്കെ എങ്ങനെയാണ് ഒരു ഐഡിയ തന്നേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. നമ്മളാണെങ്കിൽ ഇങ്ങനെ പാടും, എന്നിട്ട് പല്ലവി പാടിയിട്ട് അത് അയച്ചു കൊടുക്കും മ്യൂസിക് ഡയറക്ടറിന്. എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ ആ പല്ലവി പാടിയത് കേൾക്കും, എന്നിട്ട് ആ ഐഡിയാസ് ഒക്കെ തിരുത്തി തരും. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഈ ഐഡിയാസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് പല്ലവി ഒന്നും കൂടി പാടും. അങ്ങനെ പല്ലവി ചരണം, ഇതാണ് നമ്മുടെ ഫുൾ. ഇങ്ങനെ ഒരു 2 മണിക്കൂർ തീർക്കേണ്ട പാട്ട് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇതാണ് ഇപ്പോഴത്തെ കറന്റ് സിനാരിയോ ഇതാണ്. കൊള്ളായിരുന്നു. പക്ഷെ എല്ലാം അല്ല കേട്ടോ, പക്ഷെ പലതും എന്റെ ഒരു 70% അങ്ങനെയാണ്. ഇത് എങ്ങനെ ഞങ്ങളുടെ വെച്ചാൽ അവരുണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും, ആ സാധ്യ സമയത്ത് എല്ലാരും ഉണ്ടാവും. ഒരു വലിയ പടം അവിടെ എഞ്ചിനീയറിന്റെ റൂമിൽ ഉണ്ടാവും, സൗണ്ട് എഞ്ചിനീയർ. ഇപ്പൊ AVM RRലൊക്കെ എടുക്കുമ്പോ എല്ലാവരും ഉണ്ടാവും. പക്ഷെ അതൊരു പ്രയാസം. ഒരാള് ശരിയല്ല എന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേക്കും ഡയറക്ടറിന് സംശയം വരും, ശരിയല്ലേ ഇത്, അപ്പൊ അയാൾക്ക് വേണ്ടി പാടണം. അപ്പൊ വേറെ ആൾക്ക് അവിടെ ശരിയല്ല. അങ്ങനെ പലർക്കും ഇത് നടന്നിട്ടുണ്ട് കേട്ടോ. ബാലു സാർ ഇതിൽ എക്സ്പേർട്ടാന്ന് പറയും കേട്ടോ. കാരണം എല്ലാരും നിൽക്കുമ്പോ ബാലു സാർ ഒറ്റ ടേക്ക് മതി എന്ന് പറയാം. ബാലു സാറിന് കറക്റ്റ് പാടും.
അപ്പൊ എന്തെന്ന് വെച്ചാൽ വത്സൻ അറിയാം ഇത് ഇവരെ ആൾക്കാർക്ക് സംശയം തന്നെ മനഃപൂർവ്വം തെറ്റിച്ചു പാടുന്നു ഒരു ടേക്ക്. അപ്പൊ അത് ശരി ശരി എന്നിട്ട് അടുത്ത ടേക്ക് ഓക്കെ. അപ്പൊ അവര് ഓക്കെ പറയും. അവർക്ക് വെറുതെ ഒന്നുകൂടെ പാടണം എന്ന് പറയും. ജാനകിയമ്മ ഇടയ്ക്ക് പറഞ്ഞു, ജാനകിയമ്മ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂല് പറഞ്ഞു, ചുമ്മാ ചൊല്ലിണ്ടിരുപ്പാ തിരുപ്പി തിരുപ്പി പാട വെച്ചിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു. നമ്മള് മാർച്ചിൽ ജാനകിയമ്മ കാണാൻ പോയിരുന്നു. അപ്പൊ ഒരുപാട് കഥകൾ പറഞ്ഞു കേട്ടോ. ജാനകിയമ്മ എങ്ങനെ ഇത്രയും ഒരു മെമ്മറി പവർന്ന് റിയലി ഹാറ്റ്സ് ഓഫ്, സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നു. അത്രയ്ക്ക് മെമ്മറി പവർ അറ്റ് 90 years. ഓക്കെ, സോ ഷാർപ്പ്, സോ ഇന്റലിജന്റ് കേട്ടോ. ഭയങ്കര ഒരു ലേഡിയാ അത്. ഞാൻ ഭയങ്കര ഫാനാ, ലൈക്ക് കട്ട ഫാനാ. കട്ട ഫാൻ എന്ന് വെച്ചാൽ ഫോർ ദ പേഴ്സണാലിറ്റി, നോട്ട് ജസ്റ്റ് സിംഗർ. ചേച്ചി ഭയങ്കര പഠിപ്പിച്ചിട്ടാന്ന് കേട്ടല്ലോ. നല്ലോണം പഠിച്ചിരുന്നു. അല്ല, നല്ലോണം പഠിച്ചിരുന്നു. എന്റെ അഭിമാനത്തോടെ പറഞ്ഞ നല്ലോണം പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, ആ പഠിത്തം പിന്നീട് കണ്ടിന്യൂ ചെയ്ത് സോ സ്റ്റെല്ല കഴിഞ്ഞിട്ട് പാട്ടിലേക്ക് ഒരു ഭ്രമം വന്നുകൊണ്ട് ഞാൻ MBA എഴുതി, കാറ്റ് എഴുതി, ഇതൊക്കെ കിട്ടി, അഡ്മിഷൻ ഒക്കെ കിട്ടി. പക്ഷെ ഞാൻ കാറ്റ് എഴുതാൻ ഒരു വർഷം ബ്രേക്ക് എടുത്തിരുന്നു. ആ സമയത്ത് എന്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ ഓൾറെഡി MBAയിലേക്ക് ചേർന്ന് കഴിഞ്ഞു. സോ അവര് ഇങ്ങനെ കടന്നിങ്ങനെ ഫുള്ളി ഫോക്കസ്ഡ് ആവണം അതിലേക്ക്. സോ നമുക്ക് പാട്ടും അതും ചേർന്നിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ചൂസ് ചെയ്യേണ്ടി വന്നു. ലോങ് ഡിസ്റ്റൻസ് ചെയ്തു. MBA ലോങ് ഡിസ്റ്റൻസ് ചെയ്തു. അപ്പൊ ഞാൻ സുജാത ചേച്ചി എതിർത്തു. അപ്പൊ ഞാൻ വിചാരിക്കും എല്ലാ അമ്മമാരും ഇങ്ങനെയാണല്ലോ, എല്ലാ സുജാത ചേച്ചിയുടെ വഴി തന്നെ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം, എല്ലാ അച്ഛനും അമ്മമാരും ഇങ്ങനെയാണല്ലോ തിങ്ക് ചെയ്യുന്നത്. മക്കൾ പഠിച്ച് വേറെ ജോലി ചെയ്യണം, ഒന്നെങ്കിൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, MBAക്കാരാണ്. എല്ലാ അമ്മമാരും ഇങ്ങനെ തിങ്ക് ചെയ്യുന്നതെന്ന് ഞാൻ അപ്പോഴും വിചാരിച്ചു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? മോഹൻ ടോട്ടലി ഡോക്ടർ ആവരുതെന്നായിരുന്നു അവള്. പിന്നെ എനിക്ക് ആക്ച്വലി എൻ്റെ അച്ഛൻ ഡോക്ടർ, എൻ്റെ അച്ചാച്ചൻ ഡോക്ടർ, എൻ്റെ ഭർത്താവ് ഡോക്ടർ. അതുകൊണ്ട് എനിക്ക് മെഡിസിൻ പ്രൊഫഷൻ ഭയങ്കര, പക്ഷെ ഡിഫിക്കൽട്ടാണ് ഒരു ഫോർ എ ലേഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ കുറേ നാളെടുക്കും. നമുക്ക് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യലാണ് നമ്മുടെ ഒരു പേരന്റ് എന്ന് പറയുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല ശരിക്കും വേണ്ട, അവരെ പറക്കാൻ അനുവദിക്കണം. അപ്പൊ എനിക്ക് ആദ്യം ഇവളെ പാട്ട് ഇത് തന്നെയാണ് ഈശ്വര, പാട്ടിന് വന്ന എങ്ങനെയായിരിക്കും ഇനിയത്തെ കാലത്ത് പാട്ട് എത്ര നാള് പാടാൻ പറ്റും, ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുമോ? ഓക്കെ, നമ്മുടെ അവളുടെ പാഷനാണ് പാട്ട്. പക്ഷെ പാഷൻ മാത്രം ആയാൽ പറ്റില്ലല്ലോ പാട്ട്. കല്യാണം കഴിച്ച് വരുന്ന ആൾക്ക് പാട്ട് ഇഷ്ടമാണോ? ഇതൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ചിന്തയിലുണ്ട്. പക്ഷെ എല്ലാം ചേർന്ന് അമഞ്ഞപ്പോ അശ്വിൻ ഓർത്താണ് ചിരിച്ചത്. ആൾക്ക് എന്ത് ആളാണ് ഫുൾ എൻകറേജ് ചെയ്തല്ലേ പാട്ടിലേക്ക് ചെയ്തേന്നല്ല, ചെയ്തോണ്ടിരിക്കുന്നു. അശ്വിൻ ചേട്ടന്റെ കാര്യം ചോദിച്ചപ്പോഴാ ചേച്ചിക്ക് ആൺകുട്ടികളോട് ഭയങ്കര സ്നേഹമാണ്, ഒരു ആൺകുഞ്ഞ് വേണമെന്ന്. നോക്കുമ്പോ കൊച്ചുമോളും പെൺകുട്ടിയാണ്. സന്തോഷമല്ലോ, കൊച്ചുമോള് പെൺകുട്ടി. ഇവള് ഓരോ കുട്ടിയാണെങ്കിൽ പെണ്ണ് തന്നെയായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ആൺപിള്ളേര് അതല്ല, ഞാൻ ആ സ്നേഹം മുഴുവൻ ഈ കോമ്പറ്റീഷന് പോകുമ്പോ അവരെ പ്രത്യേകിച്ച് ഒരു സ്കൂള് ഒരു 8ാം ക്ലാസ് വരെയുള്ള പ്രായം, കൊച്ചു തൊട്ട് ചെറിയ ആൺപിള്ളേർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗുണ്ടുമണീസില്ലേ, ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം കുറച്ചൊന്ന് വൈകിപ്പിക്കുന്ന അല്ലേ, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഞാൻ അപ്പൊ ചേച്ചിയുടെ ഇത് നോക്കുക, എന്നിട്ട് പക്ഷെ ശ്രേഷ്ഠയും പെൺകുട്ടി, ഇത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ആൺകുട്ടീനെയും കൂടെ കൊടുക്കാൻ. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയാ, സുജാത ചേച്ചിക്ക് ആൺകുട്ടികളെയാണോ ഇഷ്ടം? പിന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതാണ് എടുത്തു പറഞ്ഞേ. എത്ര ക്ലാസ് വരെ ഉള്ള ആൺകുട്ടികൾ? 8ാം ക്ലാസ് അല്ലേ, 8ാം ക്ലാസ് വരെയുള്ള ആൺകുട്ടികളെയാണ് ഇഷ്ടം. 7-8 അത് കഴിഞ്ഞിട്ട് എന്താ ഇഷ്ടപ്പെട്ട? അത് കഴിഞ്ഞാലും ആൺകുട്ടികളെ ഇഷ്ടം. പിന്നെ അത് കഴിഞ്ഞ പെൺപിള്ളേര് അവരുടെ ഇന്നസെൻസ് പോകും. ഇന്നസെൻസ് പോകും ആൺകുട്ടികളുടെ. പക്ഷെ എപ്പോഴും ഈ ആൺകുട്ടികൾക്കൊക്കെ മലയാളം അറിയില്ലാത്തോണ്ട് ഭാഗ്യ. പക്ഷെ രണ്ടും അങ്ങനെ 2 കുട്ടികൾ ഇപ്പൊ എല്ലാം ഒരേപോലെ അല്ലേ. പക്ഷെ ചെറുതിലെ ആൺകുട്ടികൾക്ക് എപ്പോഴും ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, കുറുമ്പും. അതാണ് ഏറ്റവും ഇഷ്ടം അല്ലേ. അതൊക്കെ റിയാലിറ്റി ഷോയിൽ പോകുമ്പോഴത്തേനും അവിടെ എല്ലാം എൻജോയ് ചെയ്ത് പേരൻസ് പറയുമ്പോ മാമ്പിള്ളേർക്ക് സുജാത, എസ്പെഷ്യലി തമിഴ്നാട്ടിലും അവങ്ങൾക്ക് നിറയെ മാർക്ക് പോട്ട് കൊടുപ്പാங்க.
ഞങ്ങൾക്ക് പെൺകൊളുന്തൊക്കെ അല്ലേ കുറച്ച് മാർക്കേ തരുള്ളൂ എന്ന് പറഞ്ഞ്. ഓക്കെ, ഈ സുജാത ചേച്ചി എവിടെ പോയി? ഇപ്പൊ ഞാൻ മഴവിലിന്റെ ഇത് കണ്ടാലും അല്ലെങ്കിൽ ഞാൻ ഫ്ലവേഴ്സിൽ പോയാലും ഏത് അവാർഡ് ഷോയിലായാലും ഒരു എന്താ പറയാ ഒരു സ്ട്രെങ്ത് ആയിട്ട് ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് മോഹൻ ചേട്ടനാണ് അല്ലെ. സാറിന് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. കാരണം ഇപ്പത്തെ ജനറേഷനിലുള്ള ആൺകുട്ടികളും കണ്ട് പഠിക്കേണ്ട ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയും ഇപ്പത്തെ ജനറേഷനിലുള്ള പണ്ടത്തെ ജനറേഷനിലുള്ള ആൺകുട്ടികൾ അത്രയും ബോർഡ് ചിന്താഗതിയല്ല ഇപ്പോഴാണ്. പക്ഷെ ഇപ്പോഴും അങ്ങനെ മോഹൻ ചേട്ടന്റെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര ആ സമയത്തൊക്കെ ഭയങ്കര അഡ്മയർ ചെയ്യുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ കൂട്ടത്തിലും നിങ്ങളുടെ ഒരു ബോണ്ട് ഭയങ്കര സ്പെഷ്യലാണ്. കണ്ണു കിട്ടാതിരിക്കട്ടെ. അതെ, അതെങ്ങനെയാണ് ഇത്രയും കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്നത്? അത് നല്ല അടികളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ, ഉള്ള സത്യം പറഞ്ഞിട്ട്. നല്ല പൊരിഞ്ഞ അടി ഉണ്ടാവാറുണ്ട്, നമ്മുടെ ഇടയിൽ ഉണ്ടാവാറുണ്ടല്ലോ, സ്വാഭാവികം. പക്ഷെ മോഹനി പറഞ്ഞത് നല്ല ദേഷ്യമുണ്ട്. പക്ഷെ രണ്ടുപേരും ഞാൻ 17 വയസ്സിൽ പരിചയപ്പെട്ടാണ് മോഹനെ. അപ്പൊ ഒരുമിച്ച് മോഹനും ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൊച്ചുകുട്ടി ആക്ച്വലി മോഹനാണ്. മെന്റലി ഭയങ്കര യങ് ആണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞാൻ മോഹന്റെ കൂടെ വളർന്നു എന്ന് പറയാം. അങ്ങനെ അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, എല്ലാം അറിയാം, എന്ത് ഇഷ്ടാവും എന്ത് ഇഷ്ടാവില്ല. അപ്പോ അങ്ങനെ മോഹനും എന്നെ അറിയാം. സോ അത് വിട്ടുകൊടുക്കും. ഏറ്റവും സ്പേസ് കൊടുക്കലാണ് എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഇപ്പൊ ഞാൻ കാലത്തെ പോകുമ്പോ എവിടെ പോണു, എന്തിനു പോണു, എപ്പോ വരും എന്നൊക്കെ ചോദിക്കാൻ നിന്ന് എനിക്ക് ദേഷ്യ. അത് ചോദിക്കൂല. മോഹനും തിരിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലേറ്റ് ആവും ചില ദിവസം, പിന്നെ ദിവസം ഒന്നും ഞാൻ ചോദിക്കില്ല. അവിടെ വരുമ്പോ ഫോൺ ചെയ്യും, വാലോർന്ന് കൊടുക്കും. അപ്പൊ അങ്ങനെ അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷെ നമുക്കറിയാം ഒരു ലിമിറ്റ് ആണ്. അത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ ശരിയാവും. ഓക്കെ, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് റഹ്മാൻ സാറിന്റെ ഒക്കെ റെക്കോർഡിങ്സ് പലപ്പോഴും നൈറ്റ് ആയിരിക്കും. റഹ്മാൻ സാറ് സോഫയില് സെറ്റിയിലൊക്കെ ഫ്ലാസ്കില് വെള്ളമൊക്കെ കൊണ്ടുവന്ന് അവിടെ കിടക്കും. ഒരു ഡോക്ടർ അതുപോലെ ഇല്ല, എപ്പോഴാണ് റെക്കോർഡിങ് തീരുന്നത്? എല്ലാ റെക്കോർഡിങ്സിലും വരുമായിരുന്നു നൈറ്റ് ഉള്ള മിക്ക. മോഹൻ ആ സമയത്തൊക്കെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോ എന്നെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഒരുപാട് ലേറ്റ് നൈറ്റ്സ്. ചിലതൊന്നും വരൂല, ഞാൻ തന്നെ പോകും. പിന്നെ അവിടുത്തെ സ്റ്റുഡിയോയിൽ തന്നെ എല്ലാവരും കൊണ്ടുവിടും. അന്നൊക്കെ ഡ്രൈവർ ഉണ്ടായതില്ല ഞങ്ങക്ക്, മോഹൻ തന്നെയായിരുന്നു ഞങ്ങളുടെ ഡ്രൈവർ. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അപ്പോ ഇവളുടെ ഇപ്പോ അശ്വിൻ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ബ്രോഡ് മൈൻഡഡ് ആണെന്ന് തോന്നുന്നു. വളരെ ഞാൻ തന്നെ ഒന്നും പോവില്ലായിരുന്നു. ട്രാവലൊക്കെ എനിക്ക് പേടിയാ, ഫോറിനിലൊക്കെ. സോ ഈവൻ മോഹൻ ലവ്സ് ട്രാവലിംഗ്. സോ എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകും. മോഹന് വേണ്ടി ഞാൻ പകുതി ട്രിപ്പുകളും എടുക്കുന്നത്. അശ്വിൻ ഇവളെ തന്നെ എല്ലാം തന്നെ പഠിക്കണം എന്നാണ്. ഒരേ ഒരു ദേഷ്യം, ഇനി അവള് കാർ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അതിന്റെ ദേഷ്യം. കാർ ഡ്രൈവ് ചെയ്യാൻ അറിയാം, പക്ഷെ ഇവിടുത്തെ ട്രാഫിക് ഇവിടുത്തെ ട്രാഫിക് നമ്മള് വിചാരിച്ച കൊച്ചിയായിരിക്കും ഏറ്റവും വലിയ ട്രാഫിക്. ഇത് വെച്ച് നോക്കുമ്പോ കൊച്ചി നല്ല അടിപൊളിയാ, കുറച്ചെങ്കിലും മുന്നോട്ടേക്ക് നീങ്ങാൻ പറ്റും. ക്രേസിയാണ്, ബഹളമാണ്. അവസാനം ഞാൻ ഒരു പ്രാവശ്യം ഡ്രൈവ് ചെയ്ത് റെക്കോർഡിങ്ങിന് പോയപ്പോ റെക്കോർഡിങ്ങിന് പാടാൻ പറ്റുന്നില്ല, കാരണം ഫുൾ ബോഡി ഇങ്ങനെ സ്റ്റിഫായി പോയി. ഓക്കെ, അപ്പൊ കാറ് ഡ്രൈവ് ചെയ്യാൻ അറിയാം. ഒരു എമർജൻസിക്കൊക്കെ എടുത്തോണ്ടോ? അപ്പൊ പിന്നെ പേടിക്കണ്ട, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ. ഒരു ചെന്നൈ ടു ഒരു കേരളക്ക് ഡ്രൈവ് അടിച്ചു. അപ്പത്തേനും പിന്നെ എന്റെ ദൈവമേ, അപ്പൊ കോൺഫിഡന്റ് ആവും. അപ്പൊ പിന്നെ സെറ്റ് ആവും. ശ്വേത ചേച്ചിന് ഇപ്പൊ മകളായിട്ട് ഇങ്ങനെ പരിഗണിക്കാറുണ്ടോ? കാരണം ചേച്ചിക്ക് എപ്പോഴും ഉള്ളതാണ് ശ്രേഷ്ഠ വന്നേ പിന്നെ ശ്വേതന്റെ മകളാന്നുള്ളത് കാര്യം മറന്നു. ഇടയ്ക്ക് മാത്രം ഇടയ്ക്ക് ഇങ്ങനെ സ്നേഹം വരും. അയ്യോ, അപ്പൊ ഞാൻ ഒരു ഉമ്മയൊക്കെ കൊടുക്കും. ചിലപ്പോ റൂമിൽ കയറിയുമ്പോ ഇതെന്റെ മോളാണോ? ഞാനും അതേപോലെ തന്നെ. അമ്മേനെ ഞാൻ പാവം, ഞാൻ ശ്രേഷ്ഠേനെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പോവും. അമ്മ അത് നോക്കണേ, അത് ആ ക്ലാസ് ഉണ്ട്, അത് അവിടെ പോയി. സോ എല്ലാം. പക്ഷെ ഇതെന്റെ അമ്മയാണ്, അമ്മയ്ക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ലവ് കൊടുക്കണം എന്നുള്ളത് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഞാൻ നോക്കുമ്പോ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയ ഒരു കാലിങ്ങനെ വലിച്ചു ഇറങ്ങാ ഈ കാലം. അപ്പൊ നോക്കുമ്പോ പുറവശം എന്നെ കെട്ടിപ്പിടിക്കണോ. നല്ല പാവം കുട്ടിയല്ലേ ശ്വേത ചേച്ചി? നല്ല ശ്വേതയുടെ എന്താ എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ട്രാൻസ്പെറന്റ് ആണ്. ഒന്നും ഉള്ളിൽ വെച്ചോ വെളിയിലോ ഒന്നും പറയില്ല. എല്ലാം
അത് ഉള്ളിൽ എന്തുണ്ട് അത് പറയും. അങ്ങനത്തെ ഒരു കുട്ടിയാ. എന്റെ ഒരു പ്രശ്നം. ദേഷ്യമൊക്കെ വരുമോ ചേച്ചിക്ക്? പിന്നെ ഈ ഫേസ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ദേഷ്യം നന്നായി വരും. ഏറ്റവും കൂടുതൽ ആരോട്? അശ്വിൻ ചേട്ടനോടാണോ? ശ്രേഷ്ഠയുടെ അടുത്താണോ? ശ്രേഷ്ഠയുടെ അടുത്തുള്ള ദേഷ്യം അങ്ങനെ പറഞ്ഞു കൊടുക്കണ ആ ടൈപ്പ് ദേഷ്യമുള്ള. വേറെ ദേഷ്യം പാവം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട്, എന്റെ മാനേജർ, അവരാണ് ഏറ്റവും കൂടുതൽ പെർഫെക്ഷനിസ്റ്റാ. എല്ലാം ഇന്നലെ നടക്കണം. അതെവിടെന്നാ കിട്ടിയെന്ന് എനിക്കറിയാം. അത് മതി. നിങ്ങൾ സെറ്റായി. അല്ല നമ്മള് കുറച്ചു മുന്നേ കണ്ടു. എന്റെ പൊന്നോ മതി. അപ്പൊ ഈ ബ്ലഡിൽ നിന്ന് തന്നെയാണ് അതിലേക്ക് പോയേക്കുന്നത്. പക്ഷെ അത് നല്ല കാര്യമാണല്ലോ അല്ലെ? നല്ലതിന് വേണ്ടി മാത്രം അത്ര ആഗ്രഹം ഉണ്ടല്ലോ ഇപ്പത്തെ കാലത്ത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഫാസ്റ്റ് ആയിട്ട് പോകാനാ താല്പര്യം. അതിൽ പെർഫെക്ഷൻ ഉണ്ടോ, അത് നല്ലതാണോ, അത് മറ്റുള്ളവരെ ഹേർട്ട് ആവുമോ, അല്ലെങ്കിൽ അത് ഭംഗിയുണ്ടോ എന്നൊന്നും നോക്കാതെ അവർക്ക് എപ്പോഴും എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഒരു മൂവിങ് വേൾഡിൽ അതൊക്കെ നോക്കുന്നത് നല്ലതായിട്ടാണ് എനിക്കും തോന്നിയേക്കുന്നത്. എസ്പെഷ്യലി മ്യൂസിക്കില് ഞാൻ അമ്മയുടെ ആകെ 1-2 റെക്കോർഡിങ്സേ പോയി കണ്ടിട്ടുള്ളൂ. സോ ആ കണ്ടേക്കുന്ന റെക്കോർഡിങ്സിനകത്ത് എത്രത്തോളം പെർഫെക്ഷൻ, പാടുന്നത് തന്നെ പെർഫെക്റ്റ്, നമ്മുടെ കാതിന് അത് പെർഫെക്റ്റ് ആണ്. പക്ഷെ അതിങ്ങനെ ചിസൽ ചെയ്ത് ഇങ്ങനെ അതിന്റെ ഒരു മാർബിൾ പോലെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ എനിക്ക് ഭയങ്കര ഇങ്ങനെ. സോ സെയിം തിങ് ഞാൻ ഇപ്പൊ റെക്കോർഡിങ്സിന് പോകുമ്പോ ഒരു ലൈൻ പാടി ആ റെക്കോർഡ്സ് തന്നായിരുന്നില്ലേ ചേച്ചി, കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇല്ലല്ലോ ഒന്നും കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതെ. ഈ ശ്വേത ചേച്ചിയിലേക്ക് പാട്ടിനോട് ഇത്ര ഇൻട്രസ്റ്റ് തുടക്ക സമയത്തൊന്നും തോന്നിയില്ല. പിന്നെ പക്ഷെ ആൾക്ക് ഇതിൽ ഭയങ്കര പാഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പം സുജാത ചേച്ചി ജനിച്ചപ്പോ തന്നെ അച്ഛൻ്റെ ഒരു റേഡിയോ ആണ് കയ്യിലേക്ക് തന്നത്. അതുപോലെ തന്നെ ശ്വേത ചേച്ചി ജനിച്ചപ്പോ ആദ്യമായിട്ട് കയ്യിലേക്ക് കൊടുത്ത എന്താണ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശ്വേത ചേച്ചിക്ക് എന്താ കൊടുത്തത് ആദ്യമായിട്ട് കയ്യിലേക്ക്? കൊടുത്തില്ല, ഞാൻ എന്റെ സ്നേഹം കൊടുത്തു. പാട്ട് തന്നു കയ്യിൽ പാട്ടിങ്ങനെ വരദാനമായിട്ട്. അത് ഏറ്റവും രസം പറട്ടെ. ഏതാ? പറയൂ പറഞ്ഞിട്ടില്ലല്ലേ ഇത്? ശ്വേത ഡിസംബറിൽ ജനിക്കേണ്ട കുട്ടിയാണ്. അപ്പൊ നവംബറിൽ എനിക്ക് ഫുൾ 9 മാസം ബെഡ് റെസ്റ്റ്. എനിക്ക് എന്റെ യൂട്രസ് എന്തോ കുട്ടികളെ ഹോൾഡ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ബെഡ് റെസ്റ്റ് പറഞ്ഞ് കുറെ ഇഞ്ചക്ഷൻസും ഒക്കെ എടുത്ത് കിടക്കാണ്. അപ്പോ ഒരു നവംബർ ആയപ്പോ നവംബർ 17 ഇവിടെ വലിയൊരു പ്രോഗ്രാം, ദാസേട്ടൻ, ജയൻ ചേട്ടൻ, ജാനകിയമ്മ, സുശീലമ്മ, വാണിയമ്മ എല്ലാവരും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഷോയിന് ജയൻ ചേട്ടനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അത് കേൾക്കണം, ഞാൻ ഡോക്ടറിനോട് ഞാൻ പൊക്കോട്ടെ. ഡോക്ടറിന് ഇനി 1 മാസമല്ലേ ഉള്ളൂ, പൊക്കോളൂ എന്ന് പറഞ്ഞു. അതിന്റെ അടുത്ത ദിവസം ഈ കൊച്ചു വന്നു വെളിയിലേക്ക്. അപ്പോ കാലത്ത് അന്ന് നല്ല മഴ, മെഡ്രാസിലൊരു മഴ, ഒരു ഭയങ്കര മഴയാണ്, നവംബറിലെ മഴ. അപ്പോ ഇതുപോലെ ഫ്ലഡഡ് എല്ലാ സ്ഥലവും. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരു എന്താണ് ഫിയറ്റ് ആയിരുന്നു. അപ്പോ പത്മിനി. അപ്പൊ അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ കുറച്ച് ടൈം ആവും. ഡോക്ടർ അന്ന് മോഹൻ പോയി. അന്ന് എന്തോ ക്രിക്കറ്റ് നടക്കണോ എവിടെയോ. അപ്പൊ മോഹൻ വീട്ടിലത് കാണാൻ വേണ്ടി പോയി. മൊബൈൽ ഫോണൊന്നുമില്ല. അപ്പോഴേക്കും പെട്ടെന്ന് കുട്ടി കാണിച്ചു തുടങ്ങി, ഹെഡ് കണ്ടു തുടങ്ങി. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ടില്ല, അസിസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഡോക്ടറിനെ വിളിക്കണം. അപ്പോ ഡോക്ടറിനെ വിളിക്കാൻ പോണം. ഡോക്ടറിനെ വിളിക്കാൻ പോകാൻ മോഹനെ കാണാനില്ല അവിടെയെങ്കിലും. അപ്പൊ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും മോഹനെ? മോഹൻ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല, വീട്ടില് മോഹൻ എത്തിയിട്ടുണ്ടോന്ന് അറിയില്ല. ഡോക്ടറിനെ ഫോണിൽ കിട്ടുന്നില്ല, ഡോക്ടറിന്റെ ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആണെന്ന് പറഞ്ഞു. ഡോക്ടറിനെ വീട്ടിലേക്ക് കാർ അയക്കാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. അവസാനം പ്രഭചേച്ചിയെ കിട്ടി. പ്രഭചേച്ചി, ദാസേട്ടനും പ്രഭചേച്ചി, അവരെ ഫോണിൽ കിട്ടി. പ്രഭചേച്ചി അപ്പൊ തന്നെ വണ്ടി എടുത്തു വന്നു. അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഡോക്ടറിനെ ആ ഡ്രൈവർ പോയി പിക്ക് ചെയ്ത് ഡോക്ടറിനെ കൊണ്ടുവന്നു. ഡോക്ടറിനെ പോയി അറിയിച്ചു. ഡോക്ടറും വന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ മോഹനെ കിട്ടി. പതുക്കെ വരണം ഇങ്ങനെ. ഞാൻ ക്രിക്കറ്റ് കാണായിരുന്നു, ഇപ്പോഴൊന്നും പ്രസവിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. അതിന് കുട്ടി വന്ന വെളിയില. ഞാൻ പറയും, ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ആ ഒരു ടെൻഷൻ തന്നൊരു മുഹൂർത്തമായിരുന്നു അത്. പ്രഭചേച്ചി എപ്പോഴും പറയും, ഞാനിത് ഞങ്ങളുടെ കൊച്ചിനെ നീ തന്നെയാക്കിട്ട് പോയത്. വന്ന സ്റ്റൈൽ അടിപൊളിയായിരുന്നു. ഞാൻ ഒരു 2-3 മണിക്കൂർ ഉണ്ടാവും വിചാരിച്ചു.
തന്നെയാണ് ഇപ്പോഴും സെയിം മനുഷ്യനാണ്. ഭയങ്കര കൂൾ ക്യാരക്ടറാണ്. പക്ഷെ എന്റെ ഹൈപ്പറിന് അങ്ങനെ ഒരു കൂൾ ക്യാരക്ടർ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ശരിക്കും ഇങ്ങനെ പോണതെന്ന് തോന്നുന്നത്. എപ്പോഴെങ്കിലും അത്രയും കൂള് കാരണം ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വേറെ ഒരു സൈഡ് എഫക്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ പോയിട്ടുണ്ടോ? അങ്ങനെ അത്രയും കൂൾ ആവണ്ടെന്ന് തോന്നി എന്തെങ്കിലും? കൂളാവണ്ടെന്ന് പലതവണ തോന്നിയിട്ടുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. എന്താ തിരിച്ച് ഇടയിൽ കൂടെ വെരി ഗുഡ്. അതെ അതെ, ആരും ചോദിക്കാത്തതാണ് എനിക്ക് ചോദിച്ചറിയാൻ. അങ്ങനെ സത്യങ്ങളൊക്കെ അതെ വെളിയെ വരുന്നത്. മറ്റേ കൂൾ പറയണോ, സ്കൂട്ടറിന്റെ പറയണോ? അത് ശ്വേത പറയും. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല പറ. കൂൾ മൈൻഡ് ആയിട്ടുള്ള കൂൾ എന്ന് വെച്ചാൽ കുറച്ച് ആബ്സെന്റ് മൈൻഡഡ് ആണ്. എല്ലാവർക്കും ഉള്ളത് തന്നെ. അപ്പോ എന്നെ ഒരു കാർണിവലിന് കൊണ്ടുവന്ന് പ്രോമിസ് ചെയ്തപ്പോ ഞാനിങ്ങനെ എക്സൈറ്റഡ്. അപ്പൊ അച്ചി സ്കൂട്ടറിലാണ്, അച്ചി എന്നാ വിളിക്കാം, സ്കൂട്ടറിൽ ഇരുന്നു. ഞാൻ കയറുന്നതിന് മുമ്പ് അച്ചി ബൈക്ക് എടുത്തിട്ട് പോയി. അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു എന്നെ കൊണ്ടുപോവാതെ പോയി, മനഃപൂർവ്വമാണെന്ന്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വിട്ട്. എന്നെ കൊണ്ടുപോയില്ല, അച്ചി എന്നെ കൊണ്ടുപോയില്ല, എനിക്ക് പോണമായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ വിചാരിക്കണം എന്താ പറ്റിയേ അറിഞ്ഞൂടാലോ. കൊറേ കഴിഞ്ഞപ്പോ, ഒരുപാട് നേരം കഴിഞ്ഞപ്പോ, 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോ കൊച്ചിനെ കാണാനില്ല, ഒരു ഫോൺ കാണാനില്ലെന്നല്ല ചോദിച്ചത്. ശ്വേത അവിടെ ഉണ്ടോ? ഫോൺ മറ്റേ മൊബൈൽ അല്ലല്ലോ. അപ്പൊ ശ്വേത അവിടെ ഉണ്ടോ? അപ്പൊ അമ്മ പറഞ്ഞു, അപ്പൊ അമ്മ പ്ലാനോടെ ഇരിക്കുന്നേ, തഗ് ലൈഫ് പ്ലാനോടെ. എന്താ മോഹൻ പറയുന്നേ? ഞാൻ മോഹന്റെ കൂടെ അയച്ചേ, മോൾ എവിടെയെന്ന് എന്റെ അടുത്ത് ചോദിച്ചാ എങ്ങനെയാ? അവിടെ ആക്ടിങ് തകർക്കുന്നു. ഇവിടെ സൈലൻസ്. അമ്മയ്ക്ക് പേടിയായി എന്തെങ്കിലും ഹാർട്ട് അറ്റാക്കോ എന്തെങ്കിലും വരുമോ. അപ്പൊ അമ്മ പറഞ്ഞു എവിടെ ഉണ്ട്. എന്താ മോഹൻ, എന്താ മോഹൻ എന്നുള്ളത് അതൊരു എന്താ പറയാ, ഒരു നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത്. ബുക്ക് എഴുതാം, എന്താ വീട്ടില് രാവിലെ തൊട്ടല്ലേ ഒരു പ്രാവശ്യമെങ്കിലും പറയാത്ത ഒരു അച്ചി വരാത്ത ഇന്റർവ്യൂല് നമ്മൾ അച്ഛനെ കുറിച്ച് സംസാരിക്കാൻ തുമ്മുന്നുണ്ടായോ അവിടെ ഇരുന്ന്. പക്ഷെ ഹി നോസ് ഭയങ്കര ഹീസ് എനിക്ക് മോഹൻ കറക്റ്റ് എന്താണ് പാർട്ട്ണറാണ്. മോഹനും ഞാനും ബെസ്റ്റ് പാർട്ട്ണർ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങളെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താ ചിൽ ലൈഫ്, എൻജോയ് ലൈഫ്.